എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നവ്യയും നയനയും നന്ദുവിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നന്ദുവിന് SI സെലക്ഷൻ കിട്ടിയ കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നവ്യ പറയുന്നുണ്ട്, നീ SI ആയിട്ട് വേണം എനിക്ക് 2 പേരോട് പ്രതികാരം ചെയ്യാൻ, എൻ്റെ അമ്മായിയമ്മയോടും ഭർത്താവിനോടും. അബിക്കിപ്പോഴും ചുറ്റിക്കളിയുണ്ട് മോളെ, അവനെ ലോക്കപ്പിൽ കയറ്റി 2 എണ്ണം പൊട്ടിക്കണം. അപ്പോൾ കനക പറയുന്നുണ്ട്, അപ്പോൾ നീ നിൻ്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാനൊന്നും പോകുന്നില്ല അല്ലേ? അത് ഈ ജന്മം നടക്കില്ലമ്മേ. അങ്ങനെയുള്ള ഒരു അമ്മയാണ് അവനെ വളർത്തിയത് എന്ന് പറയുകയാണ് നമ്മുടെ നയന. ട്രെയിനിങ്ങിനൊക്കെ പോയാൽ പിന്നെ അവിടുന്ന് ഉടനെ ഒന്നും വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഇടയ്ക്ക് ആദർശിനെയും കൂട്ടി നിന്നെ കാണാൻ ഞങ്ങൾ വരാമെന്ന് പറയുകയാണ് നയന. പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ് നവ്യ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ നയനയും കനകയും അടുക്കളയിലേക്ക് പോയി. നവ്യയും നന്ദുവും പിന്നെയും ഓരോന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആദർശിനെ വിളിക്കുകയാണ്. നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നവ്യയും നയനയും അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, ചിലപ്പോൾ 1-2 ദിവസം അവിടെ നിൽക്കുമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ദേവയാനിക്കപ്പോൾ ഒരു ദിവസം പോലും നയനയെ കാണാതിരിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദർശിനോട് പറയുകയാണ്, നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവളോട് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് അനാമികയെയും ജലജയെയുമാണ്. വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അനാമികയുടെ മനസ്സിൽ കൂടുതൽ വിഷം കുത്തിക്കയറ്റുകയാണ് നമ്മുടെ ജലജ. പിന്നെ നന്ദുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നുണ്ട്. വരുമോ ഇല്ലയോ എന്ന് സംശയമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് നയന. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നെ ഒഴിവാക്കിക്കൊണ്ട് കേക്ക് മുറിക്കാൻ പോകുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്തായാലും കേക്ക് മുറിക്ക് എന്ന് പറയുകയാണ് ആദർശ്. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവരുടെയും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ നന്ദു. പിന്നെ ആദർശ് ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല മനോഹരമായ സ്വർണ്ണ നെക്ലേസ് ആയിരുന്നു അത്. നയനയോട് അത് നന്ദുവിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കാൻ പറയുകയാണ് ആദർശ്. ഇതിനിടയ്ക്ക് അബിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കനക വളരെ വിഷമത്തിലോട് പറയുകയാണ്. പിന്നെ അവർ എല്ലാവരും ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ ദേവയാനിക്ക് നവ്യ അയച്ചു കൊടുത്ത ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ജലജ. നോക്ക്, അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ഒരുത്തി SI സെലക്ഷൻ ആകുന്നത് ഇത്ര വലിയ കാര്യമാണോ? അത് അവർക്കങ്ങ് ആഘോഷിച്ചാൽ പോരെ, അതിന് നമ്മുടെ പയ്യനും എന്തിനാ അവിടെ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ജലജ ദേവയാനിയോട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പോകേണ്ടെന്ന് പറയാൻ പറ്റുമോ ജലജയെ? ഈ പോക്കൊന്നും അത്ര ശരിയല്ല ഏട്ടത്തി എന്ന് പറയുകയാണ് ജലജ. അങ്ങനെ അവർ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശിൻ്റെ കാർ വരുന്നതാണ്. ഇത് ദേവയാനി മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ട്. 3 പേരും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ദേവയാനിക്ക് വളരെ സന്തോഷമാവുകയാണ്. സന്തോഷത്തോടെ വന്ന് വാതിൽ തുറക്കുകയാണ്. എങ്കിലും ആ സന്തോഷം അവർ നയനയും ആദർശവും കാണാതിരിക്കാനൊക്കെ ദേവയാനി വല്ലാതെ ശ്രമിക്കുന്നുമുണ്ട്. ഒരു ദിവസം പോലും ഇവളുടെ വീട്ടിൽ നിർത്തരുത് എന്ന് പറഞ്ഞത് കൊണ്ടാ ഇവളെ ഞാനിങ്ങ് വിളിച്ചു കൊണ്ടുവന്നത് എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇവളുടെ വീട്ടിൽ നിർത്തുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ നിനക്കിവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നീയും അവളെ കാണാൻ അങ്ങോട്ട് പോകും, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇവളെ കൂട്ടി വരണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോന്ന് പറയുന്നതിനിടയിൽ ആദർശ് നയനയെ പുകഴ്ത്തുന്നുണ്ട്. നയന കാരണം ജ്വല്ലറിക്കുണ്ടായ നേട്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ദേവേനി പറയുന്നുണ്ട്, മതി, നിനക്കിവൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ അവളെ തലയിൽ വെച്ച് നടന്നു, അതിനി എൻ്റെ മുൻപിൽ പുകഴ്ത്തി പാടി നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.